വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HSA സോഷ്യൽ സയൻസിന് വരാവുന്ന ഓട്ടോമാറ്റിക്കലി വരുന്ന, അതായത് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന കുറച്ച് ഏരിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ സയൻസിൽ കുറച്ച് ഏരിയാസ് ഉണ്ട്, അത് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് വരാവുന്ന ഒരു മേഖലയോ ചിലപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് ഏരിയാസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയുന്ന 5 ഇയർ പ്ലാൻസ് അല്ലേ, പഞ്ചവത്സര പദ്ധതികൾ. നമ്മളത് എങ്ങനെ വന്നു, അത് എന്താണ് ഇതാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചിട്ട്, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പഞ്ചവത്സര പദ്ധതികളാണ്. അത് നമ്മൾ 8, 9, 10 ടെക്സ്റ്റ് ബുക്കുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കറൻ്റ്ലി ഇപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക, നിങ്ങളെ ഒന്ന് ബ്രെയിനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലോ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നത് മാത്രമേ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ലക്ഷ്യങ്ങൾ ചോദിച്ചിട്ട് അത് ഏത് പദ്ധതിയാണ് എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ലക്ഷ്യങ്ങൾ ചോദിച്ചിട്ട് അത് ഏത് പദ്ധതിയാണ് എന്നതായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. സാധാരണ ചില സമയങ്ങളിൽ വർഷം ചോദിച്ചും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ HSAയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ദ റിയൽ പിക്ചർ. ഓക്കെ, നിങ്ങൾക്കതിൻ്റെ കൃത്യമായിട്ടുള്ള പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പദ്ധതിയും വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ആ പദ്ധതി മുഴുവനായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. മനസ്സിലാക്കുന്നതിനേക്കാളുപരി നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യുക. കാരണം ഇതിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് 80% ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ്, ഫസ്റ്റത്തെ പദ്ധതി, ഒന്നാം പദ്ധതി അല്ലേ. ഈ ഒന്നാം പദ്ധതി ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1951 മുതൽ 56 വരെയാണ്. ഓക്കെ, വർഷം ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവുക. 51 മുതൽ 56 വരെയാണ് ഒന്നാം പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒന്നാം പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു അല്ലേ. അഗ്രികൾച്ചർ ഗ്രോത്ത് ആയിരുന്നു അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാം പദ്ധതി 1951 മുതൽ 56 വരെയാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. ഓക്കെ, ഒന്നാം പദ്ധതി 1951 അല്ലേ, 51 മുതൽ 56 വരെ 5 ഇയർ പ്ലാൻസ് ആണ് അല്ലേ, 5 വർഷ ഇടവേളയാണ്. അപ്പോൾ 51 to 56 5 ഇയർ ഗ്യാപ്പ്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. ദെൻ രണ്ടാം പദ്ധതി അല്ലേ, 56 മുതൽ 61 വരെയാണ്. 1956 മുതൽ 61 വരെയാണ് വ്യവസായ വികസനം അല്ലേ. വ്യവസായ വികസനമാണ് രണ്ടാം പദ്ധതി കൊണ്ട് ഉദ്ദേശമിട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 56 മുതൽ 61 വരെ 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ടാം പദ്ധതി 56 മുതൽ 61 വരെയാണ് വ്യവസായ വികസനമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ മൂന്നാം പദ്ധതി 1961 മുതൽ 66 വരെയാണ്. ഇതും 5 വർഷത്തെ ഗ്യാപ്പ്. 61 മുതൽ 66 വരെയാണ് മൂന്നാം പദ്ധതി. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത അല്ലെ, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. ദെൻ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, സെൽഫ് സഫിഷ്യൻസി ഇൻ എക്കണോമിക് മാറ്റേഴ്സ് അല്ലേ. അപ്പോൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമാണ് മൂന്നാം പദ്ധതി ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 1ഉം 2ഉം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എന്നാൽ അതിന് ശേഷമുള്ളതായിരിക്കും നമുക്ക് കൺഫ്യൂസ്ഡ് ആവുക അല്ലേ. അപ്പോൾ മൂന്നാം പദ്ധതി 61 മുതൽ 66 വരെയാണ്. അതിലുദ്ദേശിക്കുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമാണ്. നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒന്നാം പദ്ധതി എന്ന് പറയുന്നത് 1951 മുതൽ 56 വരെ എന്തിനാണ് ലക്ഷ്യമിട്ടിരുന്നത്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പദ്ധതി അല്ലേ, 56 മുതൽ 61 വരെയാണ് വ്യവസായ മേഖല.
മൂന്നാം പദ്ധതി 61 മുതൽ 66 വരെയാണ്. ഭക്ഷണത്തിലും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്, നാലാം പദ്ധതി അല്ലേ. നാലാം പദ്ധതി എന്നാണ് 2 വർഷം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരുന്നത് അല്ലേ. 66 കഴിഞ്ഞിട്ട് 2 വർഷം ഗ്യാപ്പ് ഇട്ടിട്ടാണ് 69 വരുന്നത്. ഓക്കെ, ഏകദേശം ഒരു 3 വർഷത്തെ ഗ്യാപ്പ് അല്ലേ. 69 മുതൽ 74 വരെ അല്ലേ. അവിടെയും 5 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ. 5 വർഷത്തെ ഒരു പദ്ധതിയാണ്. 69 മുതൽ 74 വരെയാണ്. അവിടെ എന്താണ് സുസ്ഥിരതയോട് കൂടിയ വളർച്ച ചോദിക്കാറുണ്ട്. ഇത് സുസ്ഥിരതയോട് കൂടിയുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ലെ. സുസ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വവും അല്ലെ. സ്വാശ്രയത്വം അല്ലെ, അതാണ് നാലാം പദ്ധതി ഉദ്ദേശിക്കുന്നത്. 1969 മുതൽ 74 വരെ സുസ്ഥിരതയോട് കൂടിയ വളർച്ച അഥവാ സ്വാശ്രയത്വം അല്ലേ. ദെൻ അടുത്തതാണ് 5-ാം പദ്ധതി അല്ലേ. 5-ാം പദ്ധതി എന്നാണ് 1974 മുതൽ 79 വരെ അല്ലേ. അവിടെയും 5 വർഷത്തെ ഗ്യാപ്പ് അല്ലേ. 5 വർഷത്തെ പദ്ധതിയാണ് 5-ാം പദ്ധതി അല്ലേ. അത് ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി അലിവിയേഷൻ അല്ലേ. 5-ാം പദ്ധതി ചോദിക്കാറുണ്ട്. 5-ാം പദ്ധതി 1974 മുതൽ 79 വരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 1-ാം പദ്ധതി കാർഷിക മേഖല, 2-ാം പദ്ധതി വ്യവസായ മേഖല, 3-ാം പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയിലെ സ്വയം പര്യാപ്തതയും, 4-ാം പദ്ധതി സുസ്ഥിരതയോടുകൂടിയുള്ള വളർച്ചയും സ്വാശ്രയത്വവും, 5-ാം പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇതിന് വർഷം എന്നാണ് 51 മുതൽ 56 വരെ, 56 മുതൽ 61 വരെ, 61 മുതൽ 66 വരെ, ദെൻ 3 വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് 69 മുതൽ 74 വരെ, ദെൻ 74 മുതൽ 79 വരെ. ദെൻ അടുത്തത് 6-ാം പദ്ധതി അല്ലേ. 1 വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് 1980 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 80 മുതൽ 85 വരെയാണ് 6-ാം പദ്ധതി കിടക്കുന്നത്. 6-ാം പദ്ധതിയിൽ എന്തൊക്കെയാണ് വരുന്നത്? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഓക്കെ, കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ് 6-ാം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ 7-ാം പദ്ധതിയാണെങ്കിലോ 1985 മുതൽ 90 വരെ അല്ലേ. 1985 മുതൽ 90 വരെ. ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ ലക്ഷ്യം എന്താണ്? ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും. ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും. നമുക്ക് ഫസ്റ്റ് മുതൽ ഒന്നുകൂടി പറയാം. 5 ഇയർ പ്ലാൻസ്. 1-ാം പദ്ധതി കാർഷിക മേഖല, 2-ാം പദ്ധതി ഏതാണ്? വ്യാവസായിക മേഖല, 3-ാം പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയിലെ പര്യാപ്തത, 4-ാം പദ്ധതി സുസ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം, 5-ാം പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 6-ാം പദ്ധതി കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ, 7-ാം പദ്ധതി ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ്. ആധുനികവൽക്കരണം അതുപോലെ തന്നെ തൊഴിലവസരങ്ങളുടെ വർധനവ്. ഓക്കെ, 7-ാം പദ്ധതി ആധുനികവൽക്കരണം അതുപോലെ തന്നെ തൊഴിലവസരങ്ങളുടെ വർധനവ്. പിന്നെ നമ്മൾ ഇയർ നമുക്ക് നോക്കാം അല്ലേ. 51 മുതൽ 56 വരെ, 56 മുതൽ 61 വരെ, 61 മുതൽ 66 വരെ, 69 മുതൽ 74 വരെ, 74 മുതൽ 79 വരെ, 80 മുതൽ 85 വരെ, 85 മുതൽ 90 വരെ. ഇത്രയാണ് 7-ാം പദ്ധതിയിൽ നമ്മൾ പറയുന്നത്. ഇതിന് അടുത്തതാണ് 8-ാം പദ്ധതി അല്ലേ. 8-ാമത്തെ പദ്ധതി എന്താണ്? 2 വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് 92 സ്റ്റാർട്ട് ചെയ്യുന്നത്. 92 മുതൽ 97 വരെ. എന്താ അതിൽ ഉദ്ദേശിക്കുന്നത്? മാനവശേഷി വികസനമാണ് ഉദ്ദേശിക്കുന്നത്. മൻമോഹൻ പ്ലാൻ എന്നറിയപ്പെട്ട പദ്ധതിയാണ് 8-ാം പദ്ധതി. ഓക്കെ, മൻമോഹൻ പ്ലാൻ എന്നറിയപ്പെട്ട പദ്ധതിയാണ് 8-ാം പദ്ധതി, മാനവശേഷി വികസനം. അടുത്തതാണ് 9-ാം പദ്ധതി അല്ലേ. 1997 മുതൽ 2002 വരെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവുമാണ് 9-ാം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ 10-ാം പദ്ധതി അല്ലേ. 10-ാം പദ്ധതി 2000 മുതൽ 2007 വരെയാണ്.
സോറി 2002 കേട്ടോ. 2 മുതൽ 2007 വരെയാണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. ദെൻ 11ാം പദ്ധതി 2007 മുതൽ 2012 വരെയാണ് മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം. ദെൻ 12ാം പദ്ധതി 2012 to 2017 സുസ്ഥിര വികസനം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏത് പദ്ധതിയിലാണ് നമ്മൾ കടന്നു പോകുന്നതൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ അറിയുന്നുണ്ടായിരിക്കും. അതൊന്ന് നോക്കി വെക്കുക, ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ 8ാം പദ്ധതി 7ാം പദ്ധതി വരെ നമ്മൾ പഠിച്ചു അല്ലേ. 8ാം പദ്ധതിയിൽ എന്താ പറയുന്നത്? മാനവശേഷി വികസനമാണ്. മൻമോഹൻ പ്ലാൻ എന്നറിയപ്പെട്ട പദ്ധതി 8ാം പദ്ധതിയിലെ 92 മുതൽ 97 വരെ അല്ലേ. ദെൻ 9ാം പദ്ധതി 97 മുതൽ 2002 വരെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ദെൻ 10ാം പദ്ധതി 2002 മുതൽ 2007 വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പദ്ധതി 2007 മുതൽ 2012 വരെ മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പദ്ധതി 2012 മുതൽ 2017 വരെ സുസ്ഥിര വികസനം അല്ലേ. അപ്പം നമ്മൾക്ക് ഒന്നും കൂടി ആ ഒരു കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. അതിൽ 1ാം പദ്ധതി വരുന്നത് ഏതാണ്? 1ാം പദ്ധതി വരുന്നത് കൃഷിയാണ് അല്ലേ. 2ാം പദ്ധതി വ്യവസായം. 3ാം പദ്ധതി തന്നെ ഭക്ഷണത്തിലും സമ്പദ്ഘടനയുമുള്ള സ്വയം പര്യാപ്തത. 4ാം പദ്ധതി ഏതാണ്? സുസ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം. 5ാം പദ്ധതി ഏതാ വരുന്നത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6ാം പദ്ധതി കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. 7ാം പദ്ധതി ആധുനികവൽക്കരണം, അതുപോലെ തന്നെ തൊഴിലവസരങ്ങളുടെ വർധനവ്. 8ാം പദ്ധതി മാനവശേഷി വികസനം, മൻമോഹൻ പ്ലാൻ എന്നത് അറിയപ്പെട്ടു. 9ാം പദ്ധതി എന്താണ്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. 10ാം പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പദ്ധതി എന്താണ്? മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പദ്ധതി സുസ്ഥിര വികസനം. വർഷം എന്തൊക്കെയാണ്? 51 മുതൽ 56, ദെൻ 56 to 61, 61 to 66, ദെൻ 3 കൊല്ലം ഗ്യാപ്പിട്ട് 69 to 74, 74 to 79, ദെൻ 80 to 85, 85 to 90, പിന്നെ 92 to 97, 97 to 2002, 2002 to 2007, 2007 to 2012, ദെൻ 2012 to 2017. ഇതാണ് അതിൻ്റെ വർഷങ്ങൾ. ഓക്കെ, അത് ഒപ്പം പഠിക്കാതെ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കൂ. അപ്പം നമുക്ക് ഈസി ആണല്ലോ. ഇത് 1, 2, ദെൻ 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെ ഒന്നുമില്ലേ? ഞാൻ ഒന്നുകൂടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. അങ്ങനെ രണ്ടും 2 വിധത്തിൽ പഠിച്ചാൽ യു വിൽ ഗെറ്റ് ഈസിലി. ഓക്കെ, അപ്പോൾ വർഷം നമുക്കറിയാം. 1ാമത്തെ എഴുതാണ് 51 to 56 അല്ലേ. ഏതായിരുന്നു? കൃഷി. 2 56 to 61 വ്യവസായം. 3 61 to 66 ഏതായിരുന്നു? 3ാമത്തേത് ഭക്ഷണത്തിലും സമ്പദ്ഘടനയുമുള്ള സ്വയം പര്യാപ്തത. 4 3 വർഷം ഗ്യാപ്പിട്ട് 69 മുതൽ 74 വരെ സുസ്ഥിരതയോട് കൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം. 5 74 to 79. 5 എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6 1 വർഷം ഗ്യാപ്പിട്ടില്ല 80 മുതൽ 85 വരെ. 80 മുതൽ 85 വരെ. 6 80 മുതൽ 85 വരെ അല്ലേ. 6ൽ നമ്മൾ എന്താ പറഞ്ഞത്? 6ൽ നമ്മൾ കാർഷിക മേഖലയുടെയും അതുപോലെ തന്നെ വ്യവസായ മേഖലയുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ദെൻ 7 നമ്മൾ 85 മുതൽ 90 വരെ അല്ലേ. 85 മുതൽ 90 വരെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. 8 92 മുതൽ 97 വരെ. 92 മുതൽ 97 വരെ.
അല്ലേ, 92 മുതൽ 98 അല്ലേ. അപ്പോൾ മാനവശേഷി വികസനം മൻമോഹൻ പ്ലാൻ എന്നറിയപ്പെട്ടു. 9 97 to 2002 അല്ലേ. 9 അത് നമ്മൾ എന്താണ് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും. ദെൻ 10 2000 മുതൽ 2002 മുതൽ 2007 വരെ അല്ലേ, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പദ്ധതി 2007 മുതൽ 2012 വരെ മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പദ്ധതി 2012 മുതൽ 2017 വരെ സുസ്ഥിര വികസനം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ ഇപ്പോഴും നിങ്ങളൊരു വർഷം വേറെ ആയിട്ടും അതിൻ്റെ ലക്ഷ്യങ്ങൾ വേറെ ആയിട്ടും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. ഓരോന്ന് പഠിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും. അപ്പോൾ 1 മുതൽ 5 1 കൃഷി, 2 വ്യവസായം, 3 സമ്പദ്ഘടനയിലും ഭക്ഷണത്തിലുമുള്ള സ്വയം പര്യാപ്തത, 4 സുസ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം, 5 ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 6 എന്ന് പറയുന്നത് കാർഷികത്തിലും വ്യവസായത്തിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, 7 എന്ന് പറയുന്നത് എന്താണ് ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, 8 എന്ന് പറയുന്നത് നമ്മുടെ മാനവശേഷി വികസനം മൻമോഹൻ പ്ലാൻ എന്നറിയപ്പെടുന്നു. ദെൻ 9 എന്ന് പറയുന്നത് ഗ്രാമീണ വികസനം വികേന്ദ്രീകൃതാസൂത്രണം. ദെൻ 10 എന്ന് പറയുന്നത് നമ്മുടെ മൂലധന ശേഷി വർദ്ധിപ്പിക്കുക. ദെൻ 11 എന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം. 12 സുസ്ഥിര വികസനം. ഇത്രയാണ് നമുക്ക് 5 ഇയർ പ്ലാൻസ്. അപ്പോൾ 12 5 ഇയർ പ്ലാൻസ് അതിൻ്റെ വർഷം അല്ലേ. 51 മുതൽ 56 വരെ, 56 മുതൽ 61 വരെ, 61 മുതൽ 66 വരെ, 69 മുതൽ 74 വരെ, 74 മുതൽ 79 വരെ, പിന്നെ 80 മുതൽ 85 വരെ, 85 മുതൽ 90 വരെ, 92 മുതൽ 97 വരെ, 97 മുതൽ 2002 വരെ, 2002 മുതൽ 2007 വരെ, 2007 മുതൽ 2012 വരെ, 2012 മുതൽ 2017 വരെ. ഓക്കെ, വർഷവും ലക്ഷ്യങ്ങളും വിവിധതായിട്ട്. ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് മൻമോഹൻ പ്ലാൻ എന്നറിയപ്പെടുന്നത് 8ാം പദ്ധതിയാണ് അല്ലേ. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മാനവശേഷി വികസനം. അതിൻ്റെ വർഷം എന്നായിരുന്നു? 92 മുതൽ 97 വരെയാണ്. ദെൻ സുസ്ഥിര വികസനം 12ാം പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5ാം പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. കൃഷി 1ാം പദ്ധതി, വ്യവസായം 2ാം പദ്ധതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചോദിച്ച് കാണാറുള്ള ഏരിയ. ഓക്കെ, 8ാം പദ്ധതി മൻമോഹൻ പ്ലാൻ അറിയപ്പെടുന്നു. 12ാം പദ്ധതിയിലാണ് സുസ്ഥിര വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5ാം പദ്ധതി, 1ാം പദ്ധതി കൃഷി, 2ാം പദ്ധതി വ്യവസായം. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ ചോദിച്ച് കാണാറുള്ളത്. ദെൻ അടുത്ത കുറച്ച് ഏരിയയാണ് നമ്മുടെ 8, 9, 10 ടെക്സ്റ്റ് ബുക്കുകൾ ആസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഫുൾ ഫോം ചോദിക്കാം, അതിൻ്റെ ലക്ഷ്യങ്ങൾ ചോദിക്കാം, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ലക്ഷ്യങ്ങൾ നിങ്ങളോട് ചൂസ് ഔട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഈ പറയുന്ന വിദ്യാഭ്യാസം അതിനെ മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് നടപ്പിലാക്കിയ പദ്ധതികളും അതിൻ്റെ ലക്ഷ്യങ്ങളും എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് പദ്ധതികളാണ് പറയുന്നത് സംയോജിത ശിശു വികസന സേവന പരിപാടി അല്ലേ. സംയോജിത ശിശു വികസന സേവന പരിപാടി ICDS, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം എന്ന് പറയും. ഓക്കെ, ICDS. ദെൻ സംയോജിത ശിശു വികസന സേവന പരിപാടി അല്ലേ, സർവീസാണ് അല്ലേ. ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് അല്ലേ, സംയോജിത ശിശു വികസന സേവന പരിപാടി. എന്നാൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം അല്ലേ. ICDSൽ എന്താണ്? 6 വയസ്സ് വരെയുള്ള എല്ലാ ശിശുക്കളുടെയും സമഗ്ര അല്ലേ, ടോട്ടൽ ഡെവലപ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം അല്ലേ. ICDSൽ 2 ലക്ഷ്യങ്ങളാണ് പറയുന്നത്. 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം, ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം അല്ലേ. അതാണ് ICDSൽ പറയുന്നത്. രണ്ടാമത്തത് സർവശിക്ഷ അഭിയാൻ SSA അല്ലേ. സർവശിക്ഷ അഭിയാൻ SSA, സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക. സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക.
സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക അല്ലേ. എന്താണ് സാർവത്രിക യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉറപ്പുവരുത്തുക. അതാണ് സർവശിക്ഷ അഭിയാൻ അഥവാ SS. സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക. ദെൻ അടുത്ത ലക്ഷ്യം എന്താണ്? വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. സർവശിക്ഷ അഭിയാനിലെ സർവശിക്ഷ അഭിയാൻ എന്താ പറയുന്നത്? സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അടുത്തതാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA അല്ലെ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA അല്ലെ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA. സെക്കൻഡറി വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക. സെക്കൻഡറി വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. സെക്കൻഡറി വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. സെക്കൻഡറി വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. സെക്കൻഡറി വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക അല്ലേ. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം. ICDS അല്ലേ, സമഗ്ര സംയോജിത ശിശു വികസന പരിപാടിയിൽ എന്തൊക്കെയാണ് വരുന്നത്? 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനം, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം. സർവശിക്ഷാ അഭിയാൻ എന്താണ്? യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക. രണ്ടാമത്തത് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. മൂന്നാമത്തത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. സെക്കൻഡറി വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അടുത്ത സ്കീമാണ് രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ RUSA അല്ലെ. RUSA രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ. രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ. ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക. ദെൻ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക. രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷയിലെ ഉച്ചതൽ മീൻസ് ടു ഉന്നത എന്നർത്ഥം. ആലോചിക്കുക. ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക. അടുത്തതാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം അല്ലേ. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീമിൽ എന്താ പറയുന്നത്? യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക. യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക. തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക. യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക. തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. ഇതാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. സിമ്പിളായിട്ടുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ICDS ആണല്ലേ, സംയോജിത ശിശു വികസന സേവന പരിപാടി. അതിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനവും ഗർഭിണിമാരുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും സമഗ്ര വികസനം അല്ലേ. രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? സർവശിക്ഷ അഭിയാൻ അല്ലേ. സാർവത്രികമായി പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പിലാക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം അല്ലെങ്കിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. മൂന്നാമത്തത് രാഷ്ട്രീയ മാധ്യമിക് അഭിയാൻ അല്ലേ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ RMSA അല്ലേ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. അത് സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. നാലാമത്തെ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ.
രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ, ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം എന്ന് പറയുന്നത് യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക, തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. അടുത്താണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. സമഗ്ര ശിക്ഷാ അഭിയാൻ അല്ലേ, SS അല്ലെ സർവശിക്ഷാ അഭിയാൻ, RMS രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ, ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ എന്നീ സംയോജിപ്പിച്ച് രൂപപ്പെടുത്തിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. SS, RMS, ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ എന്നീ സംയോജിപ്പിച്ച് രൂപപ്പെടുത്തിയ പുതിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ സംയോജിത ശിശു വികസന സേവന പരിപാടി അല്ലേ, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, 6 വയസ്സും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും. രണ്ടാമത് സർവശിക്ഷാ അഭിയാൻ പ്രൈമറി തലം, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ അല്ലേ സെക്കൻഡറി തലം, രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ ഉന്നത വിദ്യാഭ്യാസം. ദെൻ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുക, അവർക്കുള്ള തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. ദെൻ സമഗ്ര ശിക്ഷാ അഭിയാൻ നമ്മുടെ SS, RMS, TE എന്നിവ സംയോജിപ്പിച്ച് രൂപപ്പെടുത്തിയ പദ്ധതി. അപ്പോൾ ഇതാണ് നമുക്ക് വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതിനായിട്ട് നടപ്പിലാക്കിയ പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളും. ദെൻ അടുത്ത മറ്റൊരു ഏരിയയാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ. ഓക്കെ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുടെ പ്രസ്ഥാനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണഗതി ഇതിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവായിട്ടും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവേണ്ട ഒരു ഏരിയയാണ്, അതായത് കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ട ഏരിയകളാണ് നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് സമത്വ സമാജമാണ്. വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനം സമത്വ സമാജമാണ്. വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനം സമത്വ സമാജം. ദെൻ അടുത്തതാണ് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. കൂട്ടുകുടുംബ വ്യവസ്ഥക്കെതിരെയും സംബന്ധം അതുപോലെ തന്നെ മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. then അടുത്താണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരെന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചവറ അല്ലേ, കുര്യാക്കോസ് ഏലിയാസ് ചവറ. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. കുര്യാക്കോസ് ഏലിയാസ് ചവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ദെൻ അയ്യങ്കാളി ആണെങ്കിലോ സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. ദെൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ അല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരെന്താണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനം. നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവാം. ഇതൊക്കെയായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള ഏരിയ. അതായത് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതിന് മുമ്പ് സോർട്ട് ഔട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ തന്നതാണ്. വൈകുണ്ഠ സ്വാമികൾ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് സമത്വ സമാജം. രണ്ടാമത് ചട്ടമ്പി സ്വാമികളാണല്ലേ. ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ അദ്ദേഹം പോരാടി. കുര്യാക്കോസ് ഏലിയാസ് ചവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. ദെൻ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയും സ്ഥാപിച്ചു. അടുത്തതാണ് വാഗ്ബടാനന്ദൻ അല്ലേ. വാഗ്ബടാനന്ദൻ എന്താണ്? വാഗ്ബടാനന്ദ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ആത്മവിദ്യാ സംഘം. ഓക്കെ,
വാഗ്ബടാനന്ദൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് ആത്മവിദ്യാസംഘം. ദെൻ സഹോദരൻ അയ്യപ്പൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ. അപ്പോൾ ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ്റെ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം, പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം, മന്നത്ത് പത്മനാഭം നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS, വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. വൈകുണ്ഠസ്വാമികൾ എന്നാണ് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. കുര്യാക്കോസ് ഏലിയസ് അവർ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ദെൻ അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം. ഡോക്ടർ അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വാഗ്ബടാനന്ദൻ്റെ വാഗ്ബടാനന്ദ ആത്മവിദ്യാസംഘം. സഹോദരൻ പ്രസ്ഥാനം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഇതിനടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ് സമ്മേളനമാണ്. ഓക്കെ, കേരളത്തിലെ കോൺഗ്രസ് സമ്മേളനങ്ങൾ ചോദ്യം കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം കേരളത്തിൻ്റെ കോൺഗ്രസ് സമ്മേളനങ്ങളെ കുറിച്ചിട്ട്. 7 സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ വർഷം, അതിൻ്റെ സ്ഥലം, അതിൻ്റെ അധ്യക്ഷൻ. ഓക്കെ, നമുക്ക് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേരളത്തിലെ കോൺഗ്രസ് സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ സമ്മേളനം നടന്ന വർഷം 1921 ഓക്കെ, 1921 അല്ലേ. നമുക്കൊരു മലബാർ കലാപമായിട്ടൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 1921 ഒന്നാമത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത്. അത് നടന്ന സ്ഥലം ഒറ്റപ്പാലത്താണ്. ഓക്കെ, ഒറ്റപ്പാലം. അതിൻ്റെ അധ്യക്ഷൻ ടി പ്രകാശനാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് 1921 ഒറ്റപ്പാലത്ത്, അതിൻ്റെ അധ്യക്ഷൻ ടി പ്രകാശൻ. രണ്ടാമത്തെ വർഷം കൊടുത്തിട്ടില്ല, പാലക്കാട് വെച്ചാണ് നടന്നിട്ടുള്ളത്. സരോജിനി നായിഡു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. രണ്ടാമത്തെ പാലക്കാട് വെച്ചിട്ട് സരോജിനി നായിഡു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ദെൻ മൂന്നാമത്തത് 1927 ഓക്കെ, 1927 കോഴിക്കോട് വെച്ചിട്ടാണ് നടന്നത്. BG ഹൊർണിമാനാണ് അത് അധ്യക്ഷൻ. BG ഹൊർണിമാനായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ദെൻ വളരെ നെക്സ്റ്റ് തൊട്ടടുത്ത വർഷം തന്നെയാണ് 1928 പയ്യന്നൂർ വെച്ചിട്ടാണ് 4ാമത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. 5ാമത്തത് 1931 വടകരയിൽ വെച്ചിട്ട് ജയൻ സെൻ ഗുപ്തയായിരുന്നു. 6ാമത്തത് 1932 കോഴിക്കോട് വെച്ചിട്ട് സാമുവൽ ആറോൺ. ദെൻ 7ാമത്തത് 1935 കോഴിക്കോട് വെച്ചിട്ട് SA ബ്രെൽവി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എങ്ങനെ പഠിക്കണം? ഇതിൻ്റെ വർഷം കണ്ടോ, 21, 27, 28, 31, 32, 35 അല്ലേ. 21 മലബാർ കലാപം, ദെൻ 27, 28 അല്ലേ. ദെൻ 31, 32, 35 അല്ലേ. അപ്പോൾ 21, 27, 28, ദെൻ 31, 32, 35 അല്ലേ. ആയല്ലോ. 1, 2, 3, 4, 5, 6 ഒന്നിന് വർഷമില്ല. വളരെ സിമ്പിളാണ്. 21, 27, 28, 31, 32, 35 ഓക്കെ. 21, 27, 28, 31, 32, 35 സിമ്പിളാണല്ലോ. ഇനി അതിൻ്റെ സ്ഥലങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. ഒറ്റപ്പാലം, പാലക്കാട്, കോഴിക്കോട്, പയ്യന്നൂർ, വടകര, കോഴിക്കോട് അങ്ങനെയാണ് അല്ലേ. അപ്പോൾ 3 പ്രാവശ്യം കോഴിക്കോട് നടന്നിട്ടുണ്ട് അല്ലേ, 3 പ്രാവശ്യം. അപ്പോൾ 3 പ്രാവശ്യത്തെ ഏതൊക്കെയാണ്? 27 അതുപോലെ തന്നെ 32 35 കോഴിക്കോട് നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് സ്ഥലം ഒറ്റപ്പാലം, പാലക്കാട്, കോഴിക്കോട്, പയ്യന്നൂർ, വടകര. അപ്പോൾ ആക്ച്വലി നമുക്ക് 5 സ്ഥലം പഠിച്ചാൽ മതി. 5 സ്ഥലം പഠിച്ചു കഴിഞ്ഞാൽ 7 സ്ഥലങ്ങളാവും
ഓക്കെ. അപ്പോൾ ഒറ്റപ്പാലം പാലക്കാട് കോഴിക്കോട്, ഒറ്റപ്പാലം വഴി പാലക്കാട് വഴി കോഴിക്കോട്, പയ്യന്നൂർ വഴി വടകര. ഓക്കെ, അത് ആ ഓർഡറിൽ പഠിച്ചാൽ മതി. ഒറ്റപ്പാലം പാലക്കാട് കോഴിക്കോട് പയ്യന്നൂർ വടകര, ഒറ്റപ്പാലം പാലക്കാട് കോഴിക്കോട് പയ്യന്നൂർ വടകര, ഒറ്റപ്പാലം പാലക്കാട് കോഴിക്കോട് പയ്യന്നൂർ വടകര, പിന്നെ 2 കോഴിക്കോട് വരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വർഷം ആ ഓർഡറിൽ പഠിക്കുക, സ്ഥലം അവിടെ ഇത്ര മാത്രം. രണ്ടാമത്തിന് വർഷം ഇല്ല എന്ന് മാത്രം കൂടെ, എന്ത് വർഷം അറിയില്ല എന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ അധ്യക്ഷയിൽ പൊതുവെ സരോജിനി നായിഡു, ജവഹർലാൽ നെഹ്റു ആണ് കുറച്ചുകൂടി ഈസി ആയിട്ട് കൂടുതലായിട്ട് ചോദിക്കാറ്. സരോജിനി നായിഡു അധ്യക്ഷത വഹിച്ച എത്രാമത്തെ സമ്മേളനം? 2ാമത്തെ. അതെവിടെ വെച്ചിട്ട്? പാലക്കാട് വെച്ചിട്ട്. ജവഹർലാൽ നെഹ്റു എവിടെ വെച്ചിട്ട്? പയ്യന്നൂർ 1928, 4ാമത്തെ സമ്മേളനം. പൊതുവെ ചോദിച്ച് കണ്ടത് അത് 2 ആണ്. ഓക്കെ, ഇപ്പോൾ വർഷം ഓക്കെയാണല്ലോ. 21, 27, 28, 31, 32, 35. പിന്നെ നമ്മുടേത് ഒറ്റപ്പാലം പാലക്കാട് കോഴിക്കോട് പയ്യന്നൂർ വടകര, ഒറ്റപ്പാലം പാലക്കാട് കോഴിക്കോട് പയ്യന്നൂർ വടകര. പിന്നെ നമ്മുടേത് ഫസ്റ്റത്തത് ടി പ്രകാശാണ്, 2ാമത്തത് സരോജിനി നായിഡു, 3ാമത് BG ഹൊർണിമാൻ, 4ാമത് ജവഹർലാൽ നെഹ്റു, 5ാമത് ജെയിംസ് സെൻ ഗുപ്ത, 6ാമത് സാമുവൽ ആരോൺ, 7ാമത്തത് SA ബ്രെൽവി. അതിൽ 2ാമത്തത് സരോജിനി നായിഡു, 4ാമത് ജവഹർലാൽ നെഹ്റു. 2, 4 പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂസിങ് ഏരിയ ആണ് സപ്താംഗ സിദ്ധാന്തം. അല്ലേ, സപ്തഭുജം കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് സപ്തഭുജം? 7 എന്നൊരർത്ഥം അല്ലേ, 7 എന്നൊരർത്ഥം. സപ്തത്തിന് 7 എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ സപ്താംഗ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഏതെല്ലാം, അല്ലെങ്കിൽ ആരെല്ലാം? അപ്പോൾ ഇന്ത്യൻ ചിന്തകനായ കൗടില്യൻ്റെ അഭിപ്രായത്തിൽ, അല്ലേ, നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന കൗടില്യ അല്ലെങ്കിൽ ചാണക്യന് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രത്തിന് 7 ഘടകങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അല്ലേ, 7 ഘടകങ്ങളുണ്ട്. ആ 7 ഘടകങ്ങൾ അറിയപ്പെടുന്നതാണ് സപ്താംഗങ്ങൾ. അപ്പോൾ ഈ എന്താണ് സപ്താംഗ സിദ്ധാന്തം? ഈ 7 ഘടകങ്ങൾ ആരൊക്കെയാണ്? ഈ 7 ഘടകങ്ങൾ? സ്വാമിൻ, അമാത്യ, ജനപദ, ദുർഗ, കോശ, ദണ്ഡ, മിത്ര. ഈ പേരുകൾ ഓക്കെ, അതിൻ്റെ ഈ വിശേഷണങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതൊരു കൺഫ്യൂസിങ് ഏരിയാസിൽ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാമി അല്ലേ, അപ്പോൾ സ്വാമി എപ്പോഴും ഉന്നത ആളായിരിക്കും. അപ്പോൾ എന്താണ് അദ്ദേഹം ഒരു സ്വാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണാധികാരി. സ്വാമിൻ എന്നാൽ ഭരണാധികാരി. അമാത്യ മന്ത്രി, മന്ത്രി. ദെൻ ജനപദ, ജനങ്ങൾ എവിടെയാണ് നിൽക്കുക? അവിടെ നിൽക്കുന്ന ഭൂപ്രദേശവും, അല്ലെങ്കിൽ ജനപദം എന്ന് പറയുന്നത് ജനങ്ങളും ഭൂപ്രദേശവും. ദുർഗ, ഗുഹ, ദുർഗ എന്ന് പറയുന്ന പോലെ കോട്ടകളോട് കൂടിയ തലസ്ഥാനം. കോശ, ട്രഷറി. ദണ്ഡ, സൈന്യം. മിത്ര, സഖ്യരാഷ്ട്രം. ഓക്കെ, അപ്പോൾ സ്വാമിൻ ഭരണാധികാരി, അമാത്യ മന്ത്രി. ദെൻ 3ാമത്തെ തന്നെ ജനപഥ, ജനങ്ങളും ഭൂപ്രദേശവും. ദുർഗ, കോട്ടകളോട് കൂടിയ തലസ്ഥാനം. കോശ, ട്രഷറി. ദണ്ഡ, സൈന്യം. മിത്ര, സഖ്യരാഷ്ട്രം. ഓക്കെ, വൺസ് മോർ. സ്വാമിൻ ആരാണ്? ഭരണാധികാരി. അമാത്യ മന്ത്രി. 3ാമത്തത് ജനപദ, ഭൂപ്രദേശങ്ങളും ജനങ്ങളും. 4ാമത് ദുർഗ, കോട്ടകളോട് കൂടിയ ആസ്ഥാനം. 5ാമത് കോശ, ട്രഷറി. 6ാമത്തത് ദണ്ഡ, സൈന്യം. 7 മിത്ര, സഖ്യ രാഷ്ട്രം. ദെൻ അടുത്ത നമ്മൾ നോക്കുന്നത് വിവിധ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരുമാണ്. ഇന്ത്യ നമ്മളിതിന് മുന്നേ കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് മെയിനായിട്ട് നമ്മുടെ കേരളത്തിലാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു വിവിധ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ സ്ഥാപകരുമാണ് നമ്മൾ നോക്കുന്നത്. പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ സ്ഥാപകരുമാണ് നോക്കുന്നത്. പരിഷ്കരണ പ്രസ്ഥാനം ഇതാണ്, സ്ഥാപകർ ഇതാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് വരും എന്നുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിത് പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ആര്യ സമാജമാണ്. ഓക്കെ,
ആര്യ സമാജം അല്ലേ, ആര്യ സമാജം ബ്രഹ്മസമാജമൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും. ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു അല്ലേ ആര്യ രാജാ റാം മോഹൻ റായ്. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസമാജം അറിയുന്നുണ്ടായിരിക്കും. ദെൻ ബ്രഹ്മസമാജം നമുക്ക് എല്ലാവർക്കും രാജാ റാം മോഹൻ റായ് എന്ന് അറിയുന്നുണ്ടായിരിക്കും അല്ലേ. അതിന് ശേഷമാണ് ആരൊക്കെ വരുന്നത്, ആര്യ സമാജം അല്ലേ. ആര്യ സമാജം എന്താണ്? ആര്യ സമാജം ആരാണ് അതിൻ്റെ സ്ഥാപകൻ? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സരസ്വതി സര ആര്യസര, ഓക്കെ, ആര്യസര എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാം. ആര്യ സമാജം അല്ലേ, ആര്യസര സമാജ സ്വാമി മീൻസ് ഒരു ആ പേരിലുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ കൊടുക്കുക. ആര്യ സമാജം, ആര്യ സരസ്വതി അല്ലേ, ആര്യസര അല്ലേ. അപ്പോൾ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ദെൻ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദൻ. ദെൻ അലിഗഡ് പ്രസ്ഥാനം അല്ലേ, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇതിനടുത്തത് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരാഗ് അല്ലേ. ആ ഒരു പ എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടൊന്ന് നോക്കാം അല്ലേ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരാഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. ദെൻ ഹിതകാരിണി സമാജം വീരേശലിംഗം. ഹിതകാരിണി സമാജം വീരേശലിംഗം. ദെൻ സത്യശോധക് സമാജം ജ്യോതിബ ഫൂലെ. ദെൻ സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ. ദെൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു അല്ലേ. വൺസ് മോർ ഐ റിപ്പീറ്റ്. ഫസ്റ്റ് വൺ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം അല്ലേ, ആരായിരുന്നു? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരാഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. ഹിതകാരിണി സമാജം വീരേശലിംഗം. സത്യശോധക് സമാജം ജ്യോതിബ ഫൂലെ. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. ക്ലിയർ ആണോ? ആര്യ സമാജം സരസ്വതിയിലെ സ്വാമി ദയാനന്ദ സരസ്വതി. പിന്നെ നമുക്ക് ഓർമ്മ കിട്ടുന്ന നോക്കാം. അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നത് ഞാൻ നിങ്ങളോട് പറയും. ആര്യ സമാജം കിട്ടുന്നുണ്ട്, പിന്നെ ഇ.വി. രാമസ്വാമി നായ്ക്കറുടെ സ്വാഭിമാന പ്രസ്ഥാനം, പിന്നെ ഹിതകാരിണി സമാജം വീരേശലിംഗം, പിന്നെ സ്വാമി വിവേകാനന്ദൻ്റെ ഏതായിരുന്നു രാമകൃഷ്ണ മിഷനായിരുന്നു. ദെൻ പിന്നെ അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാന്. ദെൻ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരാഗ്. ദെൻ നമ്മുടെ ജ്യോതിബ ഫൂലെയുടെ സത്യശോധക സമാജം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നമുക്ക് എന്തായാലും വളരെ പെട്ടെന്ന് കിട്ടും. ആര്യ സമാജം കിട്ടും, അലിഗഡ് പ്രസ്ഥാനം നമുക്ക് കിട്ടും, തിയോസഫിക്കൽ സൊസൈറ്റി കിട്ടും, സത്യശോധക സമാജം കിട്ടും, രാമകൃഷ്ണ മിഷനും നമുക്ക് കിട്ടും. പിന്നെ അതിൽ പ്രാർത്ഥനാ സമാജം, ഹിതകാരുണ്യ സമാജമൊക്കെ ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുക, അല്ലെങ്കിൽ ഒരു പേരോർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. അപ്പോൾ അതെന്ത് ചെയ്യുക, റിപ്പീറ്റായിട്ട് വായിക്കുക. റിപ്പീറ്റായിട്ട് വായിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ക്ലിയർ ആൻസർ. ഇതിനടുത്തത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു ഫേസിൽ അന്നത്തെ പ്രധാന പത്രങ്ങളും ആ പത്രത്തിന് നേതൃത്വം നൽകിയവരുമാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഹിന്ദു സ്വദേശി മിത്രം എഴുതിയത് അല്ലെങ്കിൽ ആ പത്രത്തിന് നേതൃത്വം കൊടുത്തത് ജി സുബ്രഹ്മണ്യ അയ്യറാണ്. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യറാണ്. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. ദെൻ അടുത്തത് രണ്ടാമത്തത് അമൃത ബസാർ പത്രിക അല്ലേ, ആരാണ്? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. അടുത്തത് ബോംബെ സമാചാർ, ഇമ്പോർട്ടൻ്റ് ആണ്. ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ.
ദെൻ കേസരി മറാത്ത അല്ലെ അറിയും നിങ്ങൾക്ക് ബാലഗംഗാധര തിലക്. കേസരിയും അല്ലെങ്കിൽ കേസരി അതുപോലെ തന്നെ മറാത്ത എന്ന് പറയുന്ന പത്രത്തിൽ നേരത്തെ കൊടുത്തത് ബാലഗംഗാധര തിലക്. ദെൻ ബംഗാളി പത്രത്തിന് നൽകിയത് സുരേന്ദ്രനാഥ് ബാനർജി. ദെൻ വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ദെൻ ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ദെൻ ന്യൂ ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. ദെൻ വന്ദേ മാതരം ലാല ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്, ബോംബെ സമാചാർ ഫർദുർജി മർസ്ബാൻ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും കേസരി മറാത്ത ബാലഗംഗാധര തിലക്, ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി, ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ന്യൂ ഇന്ത്യ അതുപോലെ തന്നെ ഹരിജൻ മഹാത്മാഗാന്ധി, അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദി, വന്ദേ മാതരം ലാല ലജ്പത് റായ്, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേഷൻ. ഈസി ആയിട്ടുള്ളതാണ് ഇത് മുതലുള്ളത് അല്ലേ. ബാക്കിയാണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ഈസി ആയിട്ടുള്ളതാണ് ഇത്. ഓക്കെ. ബോംബെ സമാചാർ അദ്ദേഹത്തിൻ്റെ പേരിലെ ഫർദുർജി മർസ്ബൻ അദ്ദേഹത്തിൻ്റെ പേരാണിത്. പിന്നെ കേസരി മറാത്ത ബാലഗംഗാധര തിലക്, കേസരി മറാത്ത. ന്യൂ ഇന്ത്യ ആരാണ്? ന്യൂ ഇന്ത്യയും ഹരിജനും മഹാത്മാഗാന്ധി. ദെൻ സുരേന്ദ്രനാഥ് ബാനർജിയുടെ ഏതാണ്? ബംഗാളി. ദെൻ വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അല്ലേ, ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. ദെൻ വന്ദേ മാതരം ലാല ലജ്പത് റായ്, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ചിലതൊക്കെ നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. കേസരി മറാത്ത ബാലഗംഗാധര തിലക് കിട്ടും, കേസരി മറാത്ത. ദെൻ നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, വന്ദേ മാതരം ലാല ലജ്പത് റായ്. കാരണം ലാൽ ബാൽപാൽ അല്ലേ, നമുക്ക് ലാൽ ബാൽപാൽ. അപ്പോൾ ബാലഗംഗാധര തിലക്, കേസരി മറാത്ത, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേഷൻ, വന്ദേ മാതരം ലാല ലജ്പത് റായ്. മഹാത്മാഗാന്ധി നമ്മുടെ ന്യൂ ഇന്ത്യ ഹരിജന്. പിന്നെ അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. പിന്നെ ഏതാണ്? വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. സുരേന്ദ്രനാഥ് ബാനർജിയുടെ ബംഗാളി. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത് പഞ്ചവത്സര പദ്ധതിയാണ്. 12 പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ വർഷവും അതിൻ്റെ ലക്ഷ്യവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ രണ്ടാമത് നമ്മൾ നോക്കിയത് വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളുമായിരുന്നു. അതിൽ സംയോജിത ശിശു വികസന സേവന പരിപാടിയും സർവശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും അതുപോലെ തന്നെ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാനും നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം സമഗ്ര ശിക്ഷാ അഭിയാനുമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ നമ്മൾ നോക്കിയത് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളുമായിരുന്നു അല്ലേ. വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചവറ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, മന്നത്ത് പത്മനാഭം, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരുദേവൻ അല്ലേ. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസ് സമ്മേളനമാണ്. 21, 27, 28, 31, 32, 35 അല്ലേ. ഏതൊക്കെയായിരുന്നു? ഒറ്റപ്പാലം, പാലക്കാട്, കോഴിക്കോട്, പയ്യന്നൂർ, വടകര, കോഴിക്കോട്. ദെൻ നമ്മൾ രണ്ടാമത്തെ സരോജിനി നായിഡും നാലാമത്തത് ജവഹർലാൽ നെഹ്റുമായിരുന്നു.
പിന്നെ നമ്മൾ സപ്താംഗ സിദ്ധാന്തം, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൗടില്യം അവതരിപ്പിച്ച സപ്താംഗ സിദ്ധാന്തം, സ്വാമി അമാത്യൻ, ജനപദ, ദുർഗ, കോശ, ദണ്ഡ, മിത്ര അല്ലെ. സ്വാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണാധികാരി, അമാത്യൻ മന്ത്രി, ദെൻ ജനപദ ഭൂപ്രദേശവും ജനങ്ങളും, ദുർഗ കോട്ടകളോട് കൂടിയ ആസ്ഥാനം, ദെൻ കോശ മീൻസ് ട്രഷറി, ദണ്ഡ സൈന്യം, മിത്ര സഖ്യരാഷ്ട്ര. ദെൻ നമ്മുടെ ഇന്ത്യയിലെ വിവിധ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ സ്ഥാപകരും, ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, പ്രാർത്ഥനാ സമാജം, ആത്മറാം പാണ്ഡുരാഗ്, തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബസന്റ്, ഹിതകാര്യ സമാജം, വീരേശലിംഗം, സത്യശോധ സമാജം, ജ്യോതിബ ഫൂലെ, സ്വാഭിമാന പ്രസ്ഥാനം, ഇ വി രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ശ്രീനാരായണ ഗുരു. ദെൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയവരുമായിരുന്നു ഹിന്ദു, സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃത ബസാർ പത്രിക, ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്, ദെൻ ബോംബെ സമാജർ, ഫർദൂർജി മസ്ബാനി, ദെൻ കേസരി മറാഠ ബാലഗംഗാധര തിലക്, ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി, ഷോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ന്യൂ ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി, ദെൻ അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദി, ദെൻ വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കൺഫ്യൂസിങ് ഏരിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.